ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നസമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു കുട്ടി ഫങ്ഷൻ. നസമോൾ അബ്ബ വന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫങ്ഷനൊന്നും വേണ്ടാന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല, പുറത്തുനിന്നൊന്നും ആരുമില്ല, വീട്ടിലുള്ളവർ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചിക്കനൊക്കെ മസാല വെട്ടി അതവിടെ വറക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അയ്യപ്പക്കുട്ടിയാണെങ്കിൽ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നസമോൾ ബർത്ത്ഡേക്ക് ബിരിയാണി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ അതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐബക്കുട്ടി ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഐബ ഇവിടെ കയറിയിരിക്കുന്നുണ്ട്, നസമോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഐബ ആരും കാണില്ല എന്ന് വെച്ചിട്ട് ഇടയ്ക്കിടക്ക് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നതും. അപ്പോൾ ഇടയ്ക്കിടക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് നമ്മുടെ ചിക്കനൊക്കെ എന്തായി എന്നുള്ളതും ഉമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഡെക്കറേഷനൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ ഡെക്കറേഷനുള്ളതും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, പിള്ളേരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോയും കേക്ക് മുറിക്കലാണ് മസ്റ്റായിട്ട്. അപ്പോൾ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് നമ്മളുടെ ഇച്ചാനും അപ്പൂസാണ്. അപ്പോൾ നസമോളായിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സെയ്ബുണ്ട് എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കേയില്ല. അവളൊരു ഫോട്ടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നസമോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നസമോൾ അങ്ങനെ അവിടെ നിന്ന് വീഴുമോ ചാടുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ഇത് നമ്മളുടെ നസമോളുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതും അച്ചുണ്ടാക്കിയതാട്ടോ, പിന്നെ ഐബക്കുട്ടീനെ മാമി ഉണ്ടാക്കിയതാണ് കേക്ക് എങ്ങനെയുണ്ട്, കാണാൻ നല്ല ലുക്കായിട്ടില്ലേ. അപ്പോൾ അതേപോലെ കഴിക്കാനും ഉഗ്രം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ നസമോളുടെ വാപ്പുമ്മയും ഉപ്പയാണ്. അതേപോലെ ഇത് എൻ്റെ ഉമ്മയും പാപ്പയാണ്. അപ്പോൾ അവരൊക്കെ നസമോൾക്ക് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നസമോൾക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കുഞ്ഞിലെ അതെ, ഹാഫ് ബർത്ത്ഡേക്കും അതെ കേട്ടോ. കേക്ക് എന്ന് വെച്ചാൽ അന്ന് തൊട്ടേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ. കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ചാടി വീഴും. അപ്പോൾ ഇതെൻ്റെ അനിയനാണ്, അനിയൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതേപോലെ നമ്മുടെ 2 കുട്ടിക്കന്മാരാണ് പൂസും. അപ്പോൾ അവരും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പൂണിൽ കേക്ക് വെച്ച് കൊടുത്തപ്പോൾ ഇച്ചാനും കൊടുത്തില്ലെങ്കിലും നസമോൾ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ദേ കണ്ടില്ലേ കഴിക്കുന്നത്. ഇനി അപ്പൂസാണെങ്കിൽ കേക്ക് അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ക്ഷമ പോലും നസമോൾക്കില്ല. നസമോൾ സ്പൂൺ വിടുന്നേയില്ല, കേക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് ഇഷ്ടമാണ് കേക്ക് എന്ന് വെച്ചാൽ നസമോൾക്ക്. അപ്പോൾ നമ്മൾ നസമോളെ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത ഫങ്ഷനായിരുന്നു കേട്ടോ. വേറെ പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഈ ഫങ്ഷൻ ഇങ്ങനെ നടത്താനായിരുന്നില്ല ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഇക്കാക്ക് വരാൻ പറ്റിയില്ല, സൈറ്റ് വർക്കൊക്കെ ആയിട്ട് ലീവ് ഈ ടൈമിൽ കിട്ടിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ആഗ്രഹമൊന്നും നടന്നില്ല. അതാണ് ഞങ്ങൾ മാത്രമായിട്ട് നടത്തിയത്. ഐബക്കുട്ടി ബർത്ത്ഡേയുടെ കുറേ ദിവസം മുന്നേ തന്നെ ചോദിച്ചിരിക്കുകയായിരുന്നു, നസമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്കായിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു മങ്കീനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളതാണ് ഗിഫ്റ്റായിട്ട് നസമോൾക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഗിഫ്റ്റൊക്കെ കൊടുത്തത് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ചിലതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ നസമോൾക്കായിട്ട് വാപ്പുമ്മയും ഉപ്പയും മേടിച്ചത് സ്കൂട്ടിയാണ്. അപ്പോൾ ഐബക്കുട്ടിയുടെ കയ്യിലാണെങ്കിൽ മിക്ക ഐറ്റംസുകളും ഉണ്ട്, കുതിരയും കാറും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കില്ലാത്തത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് മേടിച്ചത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടിയിരുന്നു. ഫുഡ് കഴിക്കാനായപ്പോൾ നസമോളാണെങ്കിൽ ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു. ഉറക്കമൊക്കെ വന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ആ ടൈമിൽ എല്ലാവരും ഇപ്പോൾ എനിക്കിരിക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പായസമൊക്കെ കുടിച്ചു. ഞാനും ഉമ്മയും ആച്ചും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പായസം കുടിച്ചു. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു. ഈ ബർത്ത്ഡേയുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ കാണും. അപ്പോൾ എല്ലാവർക്കും ബൈ.